ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയാൻ ഇന്നേക്ക് 8 ദിവസമായി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഗുണ്ടാവിളയാട്ടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട്. കിട്ടുന്ന അടിയിൽ ചെവിക്കല്ല് തകർന്നു എന്ന പരാതിയിൽ മറുപടി നൽകുമ്പോഴും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മുന്നിൽ ബഹുമാനപ്പെട്ട എന്ന വാക്ക് നിർബന്ധമാക്കിയ സർക്കുലർ ഇന്ന് കണ്ടു. അതുകൊണ്ട് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി മൗനം വെടിയണം. ജനാധിപത്യ സമൂഹമാകെ ചോദിക്കുമ്പോൾ സിനിമയിലെ തല്ല് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെക്കുന്ന ഏമാന്മാരല്ല ഉത്തരം പറയേണ്ടത്. പീച്ചിയിൽ മുഖത്തടിച്ച് സ്ഥാനക്കയറ്റം നേടിയ CA രതീഷിന്റെ കൈക്കരുത്തെറിഞ്ഞ ഒരു വൃദ്ധനും ഇന്ന് തന്റെ ദുരനുഭവം വ്യക്തമാക്കിയിട്ടുണ്ട്. തീയതി നിശ്ചയിച്ച് തെരുവിലിറങ്ങിയ കോൺഗ്രസ് നേതാക്കൾ ഇന്ന് സർക്കാരിനെതിരെ കടുത്ത വാക്കുകളുമായി രംഗത്തുണ്ട്. സംസ്ഥാനത്തെ ക്രിമിനൽ പോലീസുകാരുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുകയാണോ ആഭ്യന്തരമന്ത്രി? ആഭ്യന്തരം അനാഥമോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ ലീഗ് പ്രതിനിധി PK നവാസ്, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, ഇടത് സഹയാത്രികൻ റിജി ലൂക്കോസ്, രാഷ്ട്രീയ നിരീക്ഷകൻ NP ചെക്കുട്ടി എന്നിവരാണ്. ആദ്യം ശ്രീ NP ചെക്കുട്ടിയിലേക്ക് ഞാൻ പോകുന്നു. ശ്രീ NP ചെക്കുട്ടി, സുജിത്ത് എന്നൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ മണ്ഡലം പ്രസിഡന്റിന്റെ മുഖത്ത് പോലീസ് അടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അതിനപ്പുറമുള്ള മർദ്ദനം CCTV ഇല്ലാത്ത ഭാഗത്തുണ്ടായിരുന്നു എന്നതാണ് സുജിത്ത് പറഞ്ഞിട്ടുള്ളത്. ആ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നത് തന്നെ സുജിത്തിന്റെ നിയമ പോരാട്ടത്തിനൊടുവിലാണ്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ കേരളം കണ്ടിട്ട് ഇന്നേക്ക് 8 ദിവസമാവുകയാണ്. ഇതുവരെ ആഭ്യന്തരമന്ത്രി ഇതിൽ പ്രതികരിച്ചിട്ടില്ല. തുടരെ എത്ര പ്രതികരണങ്ങൾ ഇപ്പോൾ കണ്ടു. അല്പം മുമ്പ് ഈ വാർത്ത, ഈ ഡിബേറ്റ് തുടങ്ങും മുമ്പ് കണ്ട വൃദ്ധന്റെ പ്രതികരണവും അങ്ങ് കണ്ടതാണല്ലോ. എന്തുകൊണ്ടായിരിക്കാം ആഭ്യന്തരമന്ത്രിയുടെ മൗനം? മൗനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോടൊക്കെ അദ്ദേഹം യഥാർത്ഥത്തിൽ റിയാക്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. കാരണം ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഇത്തരം സംഗതികൾ ഒരിക്കലും വെച്ച് പൊറുപ്പിക്കുകയില്ല എന്ന് വളരെ കർശനമായിട്ട് പറയേണ്ട സമയമാണിത്. അദ്ദേഹം പലതവണ മുൻകാലങ്ങളിലൊക്കെ തന്നെ കർശനമായ നിലപാടുകൾ എടുത്തിരുന്ന വ്യക്തിയുമാണ്. പക്ഷേ ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് സംവിധാനത്തെ വളരെ വ്യാപകമായിട്ട് തങ്ങളുടെ രാഷ്ട്രീയവും വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകളുടെ ഒരു വലിയ സംഘം എന്ന് കേരള പോലീസിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലുണ്ട്. അതിൽ നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരുപാട് കേസുകളുണ്ട്. ഇപ്പം DGP ആയിട്ട് അദ്ദേഹം പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ അജിത് കുമാർ അടക്കമുള്ള ആളുകൾ, അത്തരം വളരെ കളങ്കിതരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ ഫോഴ്സിൻ്റെ ക്രിട്ടിക്കൽ പൊസിഷനിലൊക്കെ ഉണ്ട്. അവരുടെ സംരക്ഷണം കിട്ടുന്ന ആളുകളാണ് ഇപ്പോൾ പോലീസ് സേനയിലെ ഈ കൃത്യനിർവഹണത്തിൽ ലോ ആൻഡ് ഓർഡർ പൊസിഷനിലിരിക്കുന്ന അധികം പേരും. അപ്പോൾ അതുകൊണ്ട് കർശനമായ നിലപാടിലേക്ക് പോകാൻ കഴിയാത്ത വിധം മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഈ തങ്ങളുടെ സ്വന്തം കരങ്ങൾ ബന്ധിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, എതിരാളികളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, അത്തരത്തിലുള്ള മറ്റ് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫോഴ്സിനെ ഉപയോഗിക്കുമ്പോൾ ഫോഴ്സിൻ്റെ മേൽ നിങ്ങൾക്കൊരു മോറൽ റൈറ്റ് ഇല്ലാതെ പോവുകയാണ്. ഇതാണ് ഇന്ന് മുഖ്യമന്ത്രി നേരിടുന്ന ഒരു പ്രശ്നം. തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോകുന്നൊരു സർക്കാർ, ജനങ്ങളെ നേരിടാൻ പോകുന്നൊരു സർക്കാർ, തങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഗെയിൻസിനെ കുറിച്ച് പറയാതെ പട്ടാളത്തെയും പോലീസിനെയും വെച്ചുകൊണ്ട് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് ആളുകളെ അടിമപ്പെടുത്തിക്കൊണ്ട് വിജയം നേടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പം നടത്തുന്നത്. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ട് ഒരു പ്രതികരണമാണ് നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രിക്ക് ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ പൊസിഷൻ എടുക്കാൻ കഴിയാത്തൊരു അന്തരീക്ഷം ഉണ്ടായെന്നുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് എല്ലാ കാലത്തും പോലീസിനെ ഇങ്ങനെ കയറൂരി വിടുന്നൊരു ശീലം ഈ കഴിഞ്ഞ 2 സർക്കാരുടെ കാലത്തുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ 9 മനുഷ്യരെ ഏകപക്ഷീയമായിട്ട് വെടിവെച്ച് കൊന്ന സംഭവത്തിൽ സാധാരണ നിലയിൽ നടക്കേണ്ട അന്വേഷണങ്ങളൊന്നും കേരളത്തിൽ നടന്നിട്ടില്ല. നക്സലൈറ്റുകൾ എന്നുള്ള പേരിലാണ് വെടിവെച്ചു എന്നുള്ളത്. ആരെ വെടിവെച്ച് വന്നു കഴിഞ്ഞാലും അതിശക്തമായ നടപടികൾ വരേണ്ടതാണ് ഈ ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ മാറ്റി വെച്ചുകൊണ്ട് ഏകപക്ഷീയമായിട്ടുള്ള എന്താ പറയുക ബലപ്രയോഗം എന്നുള്ളത് ഒരു കൾച്ചറാക്കി ഈ സർക്കാർ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദുരന്തങ്ങളിലൊന്ന് പോലീസ് ഒരു ചോദിക്കാനും പറയാനും ആളുകളില്ലാത്ത, ഒരു തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തൊരു ഫോഴ്സായി മാറി. ആ ഒരു ദുരന്തമാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ LDF-ലെ മറ്റു ഘടകകക്ഷികൾ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നതും പ്രധാനമാണല്ലോ. നേരത്തെ ബിനോയ് വിശ്വത്തിന്റെ ഒരു പ്രതികരണം ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ മർദ്ദക സേനയായി മാറരുത് എന്നുള്ള പ്രതികരണമൊക്കെ കണ്ടു. പക്ഷേ ഇപ്പോൾ CPM സമ്മേളനം നടക്കുമ്പോൾ ആഭ്യന്തര വകുപ്പിന് ഗുഡ് സർട്ടിഫിക്കറ്റാണ് നൽകിയിട്ടുള്ളത്. നേരത്തെ അങ്ങ് പറഞ്ഞ മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ ശക്തമായി പ്രതികരിച്ചത് മുന്നണിയിലെ തന്നെ CPI ആയിരുന്നു എന്നുള്ളതും അക്കാലത്ത്
വലിയ ചർച്ചയായും വലിയ വാർത്തയായും ഒക്കെ ആയ കാര്യങ്ങളാണല്ലോ. അതെ. പക്ഷേ ഇത്തവണ ഈ സമയത്ത് ഇപ്പോൾ CPIയുടെ സമ്മേളനം നടക്കുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര വകുപ്പുമായി തട്ടിച്ചു നോക്കുമ്പോൾ കേരളം എവിടെ നിൽക്കുന്നു എന്നൊരു വിലയിരുത്തലും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുകയുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സർക്കാരിന് LDFനകത്ത് മറ്റ് ഘടകകക്ഷികളും ചോദ്യം ചെയ്യുന്നില്ല. ഇതിനകത്ത് CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം കണ്ടിട്ടേയില്ല. അപ്പോൾ ഈ പ്രതികരണം മറുപടി അർഹിക്കുന്നില്ലേ ഇവിടുത്തെ ജനം? അല്ല, ഇതിന്റെ പ്രശ്നം യഥാർത്ഥത്തിൽ CPIയിൽ കാനം രാജേന്ദ്രൻ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് അവർ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ശക്തമായിട്ടുള്ള പാരമ്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അതിശക്തമായ ഒരു പൊസിഷൻ എടുത്തത്. നക്സലൈറ്റുകളുടെ രാഷ്ട്രീയമായി വിയോജിപ്പുണ്ടാവും. പക്ഷേ വിയോജിപ്പുള്ള ആളുകളെ മുഴുവൻ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആക്സെപ്റ്റബിൾ അല്ല എന്ന പൊസിഷൻ അവരെടുത്തിരുന്നു. പക്ഷേ അതിനുശേഷം കാനം അടക്കമുള്ള ആളുകൾ പല കാര്യങ്ങളിലും കീഴടങ്ങുന്ന അവസ്ഥയുണ്ടായി. ആ ഒരു കീഴടങ്ങിയ ഒരു CPI രാഷ്ട്രീയമായിട്ട് തങ്ങളുടെ അസ്തിത്വം ബലി കഴിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ആ CPIയുടെ തലപ്പത്താണ് ഇപ്പോൾ ബിനോയ് വിശ്വം ഉള്ളത്. ബിനോയ് വിശ്വത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ശക്തമായ നിലപാടെടുക്കാൻ കഴിയുന്നുണ്ടാവില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് എനിക്കറിയില്ല. മാത്രമല്ല അവരുടെ രേഖയിൽ എന്താ ഉള്ളതും എനിക്കറിയില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ ഒരു തിരുത്തൽ ശേഷി നിലനിർത്തേണ്ട ഉത്തരവാദിത്വം ഇടതുപക്ഷ പ്രസ്ഥാനത്തിനകത്തുള്ള മറ്റു പാർട്ടികൾക്കുണ്ട്. നിർഭാഗ്യവശാൽ കേരളത്തിൽ CPI അടക്കമുള്ള കക്ഷികൾ. പക്ഷേ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു കൃഷ്ണൻകുട്ടി ചില വിഷയങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് തോന്നുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളല്ല. പക്ഷേ എന്നിരുന്നാലും വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഈ മുന്നണിക്കകത്ത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് ജനങ്ങളുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആരെങ്കിലും സംസാരിക്കുന്നത്. CPI ഇപ്പോൾ ആ തരത്തിലുള്ള എല്ലാ രാഷ്ട്രീയ നിലപാടുകളും മാറ്റി വെച്ചിട്ടുണ്ട്. അവർക്ക് അധികാരം കിട്ടുക എന്നതിനപ്പുറം മറ്റൊരു ചിന്തയും ഇല്ല എന്ന് മാത്രമേ നമുക്കറിയൂ. ജനങ്ങളോട് അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അവർ ഈ നിലക്കല്ല പെരുമാറേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് കാണുന്നില്ല. അതൊരു CPI സമ്മേളനത്തിലെ വാചകം ഞാൻ വായിക്കാം. ശ്രീ MP ചെക്കുട്ടി, ഇന്ത്യയിൽ മെച്ചപ്പെട്ട ക്രമസമാധാന നിലയുള്ള സംസ്ഥാനമാണ് കേരളം. കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട പ്രതികളെ കണ്ടെത്തുന്നതിനും ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിനും കേരള പോലീസിന്റെ പ്രവർത്തനം ശ്ലാഘനീയമാണ്. വിഷയത്തിൽ ഇതാദ്യമായിട്ടാണ് DGPയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. നേരത്തെ ഈ വിഷയത്തിൽ യോഗം ചേർന്നിരുന്നു. പോലീസുകാർക്ക് എതിരെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഗൗരവത്തിലെടുക്കും, നടപടി വേണ്ടെടുത്ത നടപടി, നിയമ നടപടി വേണ്ടെടുത്ത നിയമ നടപടി എന്നുള്ളതാണ് ഇപ്പോൾ DGPയുടെ പ്രതികരണമായി വന്നിരിക്കുന്നത്. ശ്രീ ശ്രീകുമാറിലേക്ക് പോവുകയാണ്. ശ്രീ ശ്രീകുമാർ, 8 ദിവസത്തിന് ശേഷം DGPയുടെ പ്രതികരണം വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ വരികയാണെങ്കിൽ അതനുസരിക്കും. നിലവിൽ അങ്ങനെയൊരു നിർദ്ദേശങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അങ്ങനെയില്ല എന്ന രൂപത്തിൽ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. അപ്പോൾ പോലീസിൻ്റെതായ വഴിയിൽ മുന്നോട്ട് പോകുന്നു. ആ മുന്നോട്ട് പോകലിൽ എത്ര വേഗമുണ്ട് എന്നാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും പ്രതികരണങ്ങൾ വരികയാണല്ലോ, ഓരോ അനുഭവങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നു. ഒരു പരാതി വരുമ്പോൾ തന്നെ അപ്പുറത്ത് ആരോപണ വിധേയനെ പ്രതിയായി തീരുമാനിച്ചുകൊണ്ട് പോലീസ് കൈക്കരുത്ത് കാണിക്കുന്നതാണ് പല ആളുകളുടെയും കാര്യത്തിൽ കാണുന്നത്. ഇന്ന് സംസാരിക്കുന്ന വ്യക്തിയെ നമ്മൾ കണ്ടതാണ്. ആ പ്രായമേറിയ മനുഷ്യൻ, അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും ശ്വാസം മുട്ടിക്കൊണ്ടാണ് പ്രതികരിച്ചത്. നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ട അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം ക്ഷീണിതനാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ പോലും മർദ്ദിക്കുന്ന രീതിയിലാണ് ഈ പറഞ്ഞ നേരത്തെ ആരോപണ വിധേയനായ CA രതീഷ് തന്നെയാണ് ഇതിലും പ്രതി. എന്താണ് ഈ കാര്യത്തിൽ അങ്ങേക്ക് പറയാനുള്ളത്? പ്രതിപക്ഷം ഇന്ന് തെരുവിലിറങ്ങും, ഇന്ന് പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധം എന്ന് പറയുമ്പോൾ മുതിർന്ന നേതാക്കളെ ഇന്ന് തെരുവിൽ കണ്ടു, അവരുടെ പ്രസംഗങ്ങൾ കേട്ടു. അതിലപ്പുറം വലിയൊരു പ്രക്ഷോഭത്തിന്റെ സ്വഭാവമൊന്നും അതിനുണ്ടായിരുന്നില്ല കോൺഗ്രസ് നേതാക്കളുടെ. നോക്കൂ സ്മൃതി, ഇപ്പോൾ DGP നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താണ്? നടപടിയെടുക്കും, പരിശോധിക്കും, നോക്കാം, ഇങ്ങനെയൊക്കെയല്ലേ? ഈ സിസ്റ്റത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളല്ലേ? പരാതി ആരെക്കുറിച്ചാണ്? സിസ്റ്റത്തെക്കുറിച്ചാണ്. അതിൻ്റെ ഉത്തരവാദി ആരാ? DGP, ഉയർന്ന ഉദ്യോഗസ്ഥരാണ്. ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നതിന് മുമ്പ് അദ്ദേഹം ഈ DGP ആയതല്ലേ? അദ്ദേഹം അതിനെക്കുറിച്ച് അന്വേഷിച്ചോ? ഇത് പുറത്തു വന്ന ശേഷമല്ലേ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം? അപ്പോൾ അതൊരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതികരണമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. രണ്ടാമത്തെ കാര്യം, മുഖ്യമന്ത്രിയുടെ കാര്യം. ഇന്ന് സ്മൃതി നേരത്തെ ആമുഖത്തിൽ പറഞ്ഞല്ലോ, ഒരു ബഹുമാനപ്പെട്ട എന്നുള്ള വിശേഷണം ചേർക്കണമെന്ന്. 9 വർഷം കൊണ്ട് തങ്ങൾ ബഹുമാനിതരല്ലെന്നൊരു മന്ത്രിസഭയുടെ നായകന് തോന്നിയാൽ ഞാനിതിൽ അദ്ദേഹത്തെ കുറ്റം പറയില്ല. അപ്പോൾ അത് അടിച്ചേൽപ്പിക്കണം, നിങ്ങൾ ഞങ്ങളെ ബഹുമാനിക്കൂ, ഇനി 6 മാസമുണ്ട്, 6 മാസം കൂടിയെങ്കിലും നിങ്ങൾ ബഹുമാനിക്കുന്നു എന്ന് യാചിക്കുന്ന ഒരവസ്ഥയാണ്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, എല്ലാവരും പരാതിക്കാരാണ് ഈ നാട്ടിലെ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ. ഇതിലിപ്പോൾ 2 കൂട്ടരെ മിണ്ടാത്തുള്ളൂ. ഒന്ന് CPM-ഉം ഒന്ന് BJP. 2 കക്ഷികളുടെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ BJP ഇന്നലെ കുന്നംകുളം നഗരസഭയിൽ അവരുടെ ഒരു കൗൺസിലർ, BJP കൗൺസിലർ പറഞ്ഞു, ഞങ്ങളുടെ ഒരു നേതാവിനെ തല്ലിയതിന് 10 ലക്ഷം രൂപ വാങ്ങിച്ച് ഞങ്ങളത് ഒത്തുതീർത്തുന്നു. ഇന്ന് പേപ്പറിലൊക്കെ വാർത്തയുണ്ട്, അത് കോൺഗ്രസ് അത് വേറെ പരസ്യ രീതിയിൽ അതിനെക്കുറിച്ച് പറയുന്നുമുണ്ട്.
അപ്പോൾ അങ്ങനെ പണം വാങ്ങി ഡീൽ ഒരു പ്രശ്നം അവസാനിപ്പിച്ചു എന്നാണ് BJP പറയുന്നത്. അപ്പോൾ അവരതിനെ പ്രതികരിക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. BJPക്കാർ തന്നെ പറഞ്ഞത് അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, പത്രവാർത്തയാണ് ഞാൻ പറഞ്ഞത്. കുന്നംകുളം കൗൺസിലിലെ BJP കൗൺസിലർ പറഞ്ഞ കാര്യം. പിന്നെ മറ്റൊരു കാര്യം, ഇത് മുന്നണിയുടെ സംവിധാനത്തിലൊരു പോലീസ് നയമില്ലേ? CPI ഇന്ന് സ്മൃതി പറഞ്ഞു അവരെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മറ്റ് സംസ്ഥാനത്തെ അപേക്ഷിച്ച് കേമമാണെന്ന്. അങ്ങനെയാണ് CPIക്ക് യാതൊരു നിലപാടുമില്ല. 2 ദിവസം മുമ്പ്, എനിക്കൊന്ന് സെപ്റ്റംബർ 8-ാം തീയതി ആയിരിക്കും, അവർ CPI അവർ പറഞ്ഞെന്താ അറിയോ? കേരളത്തിലെ പോലീസിന് അവരുടെ ഒരു വാക്കാണ്, അതായത് ജനനീതിയിൽ അധിഷ്ഠിതമായ ഒരു പോലീസ് നയം LDFനുണ്ടായിരുന്നു. ജനനീതിയിൽ അധിഷ്ഠിതമായ ഒരു പോലീസ് നയം LDFനുണ്ടായിരുന്നു. ഇന്ന് പക്ഷേ അതില്ല. ഇന്നത്തെ എന്നാൽ ഇപ്പോൾ അവമതിപ്പുണ്ടാക്കുന്നു. CPIയുടെ മുഖപ്രസംഗമായ ജനയുഗത്തിൻ്റെ 8-ാം തീയതിത്തെ മുഖപ്രസംഗമാണ്. അപ്പോൾ ആ LDF നയം ഇപ്പോൾ ഇല്ല എന്നാണല്ലോ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം. എന്നിട്ട് ഇന്ന് CPI അങ്ങനെ പ്രമേയം പാസ്സാക്കിയതിൽ അത്ഭുതം തോന്നുന്നു. ഒന്നുകിൽ ആ നേതാക്കൾ ആ ജനയുഗത്തിൻ്റെ എഡിറ്റോറിയൽ തള്ളിക്കളഞ്ഞോ, അതോ ആ എഡിറ്റോറിയൽ അവർ വായിച്ചിട്ടില്ലേ, അതോ ഒരു പാർട്ടി ജനയുഗത്തിൽ വന്ന പാർട്ടി നയമല്ലേ? അപ്പോൾ അതുകൊണ്ട് CPIയുടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ചാഞ്ചാട്ടത്തെക്കുറിച്ച് നമുക്ക് ചിരിക്കാനേ വകയുള്ളൂ. മാത്രമല്ല അവരന്ന് ആ എഡിറ്റോറിയൽ പറഞ്ഞു ആനീരാജ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായത് കേരളത്തിലെ പോലീസിൽ RSS സംഘപരിവാർ സ്വാധീനമുണ്ടെന്ന് ആനീരാജ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് ജനയുഗത്തിൻ്റെ എഡിറ്റോറിയലുണ്ട്. അതവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അതൊക്കെ പോട്ടെ, ഇവിടെ ശ്രീ ചെക്കുട്ടി പറഞ്ഞു CPI പഴയ കാലത്ത് കുറച്ചു കാലം മുമ്പ് മാവോയിസ്റ്റ് സംവിധാനം മാവോയിസ്റ്റുകളെ പോലീസ് ആക്രമിച്ചപ്പോൾ അവരുടെ നിലപാട് പറഞ്ഞെന്ന്. അങ്ങനെയാണെങ്കിൽ അക്കാലത്ത് 2 CPI നേതാക്കൾക്ക് പോലീസിൻ്റെ മർദ്ദനമേറ്റിരുന്നു കാനം സെക്രട്ടറി ആയിരിക്കുമ്പോൾ. ഒന്ന് മൂവാറ്റുപുഴ MLA ആയിരുന്ന എൽദോ, 2 CPIയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന P രാജു. ഈ 2 പേരും തല്ലിയപ്പോൾ കാനം രാജേന്ദ്രൻ പറഞ്ഞ എന്താണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ CPIയുടെ ആ പോലീസ് നയം CPIക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. കേരളത്തിലെ പോലീസ് എന്താണെന്നുള്ള CPIക്ക് മനസ്സിലായിരിക്കുന്നു. എന്നിട്ടാണ് അവരിപ്പോൾ ഇങ്ങനെ ഒരു ആഭ്യന്തര വകുപ്പ് ഗുണമേന്മയുള്ളതാണെന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ച് നമുക്ക് വേറൊന്നും പറയാനില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മുഖ്യമന്ത്രി പ്രതികരിക്കാത്തത്. സ്മൃതി, നമുക്കൊരു ജനങ്ങൾക്കിടയിൽ സംശയം വരില്ലേ? ഒരു രാഷ്ട്രീയ നേതൃത്വം പ്രതികരിക്കാതിരിക്കുമ്പോൾ ആ രാഷ്ട്രീയ നേതൃത്വത്തെ ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും ശക്തി ആ രാഷ്ട്രീയ നേതൃത്വത്തെ പേടിപ്പിക്കുന്നുണ്ടോ? ഈ ഒരു ചോദ്യം ജനങ്ങൾക്കിടയിൽ വരും. 8 ദിവസമായിട്ട് ആഭ്യന്തരമന്ത്രിക്ക് ഒരു മറുപടിയില്ല. എന്തുകൊണ്ടാണ് ജനം ആഗ്രഹിക്കുന്നത്? ജനം ഒറ്റക്കാരെ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ പോലീസുകാരുടെ കാര്യത്തിൽ ഈ എല്ലാ സ്റ്റേഷനുകളിൽ നടന്ന ക്രൂരമർദ്ദനത്തെക്കുറിച്ച് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത്? പക്ഷേ അതിന് ഉത്തരമില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ സംശയിക്കുക? ഏതെങ്കിലും ഒരു ശക്തി ഇവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ രാഷ്ട്രീയ നേതൃത്വത്തെ? CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി, അവരുടെ DYFI നേതാവിൻ്റെ പരാതി, SFIയുടെ മുൻ നേതാവിൻ്റെ പരാതി, CPM ലോക്കൽ സെക്രട്ടറിയുടെ പരാതി, അതുപോലെ ജനങ്ങളുടെ കൂട്ടപ്പരാതി. CPM സെക്രട്ടറി തൊഴിലാളി വർഗ പാർട്ടിയുടെ സെക്രട്ടറിക്ക്, ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറിക്ക്, ജനസദസ്സുകൾ നടത്തുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ സെക്രട്ടറിക്ക് മിണ്ടാട്ടമില്ല, അഭിപ്രായമില്ല. ഒരു നേതാവും പറയുന്നില്ല. ആകപ്പാടെ പറഞ്ഞത് സജി ചെറിയാനും തോമസ് ഐസക്ക് EP ജയരാജനുമാണ്. അവരൊക്കെ പറഞ്ഞത് ഇതൊക്കെ ഇതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവർക്ക് പോലീസ് നയത്തെ അവർക്ക് തള്ളിപ്പറയാൻ പറ്റുന്നില്ല, പോലീസ് മർദ്ദനത്തെ തള്ളിപ്പറയാൻ പറ്റുന്നില്ല, അതിനെ ന്യായീകരിക്കാനും പറ്റുന്നില്ല. ഇതുപോലൊരു ഗതികേട് CPM അടുത്ത കാലത്തൊന്നും അനുഭവിച്ചിട്ടില്ല. കഴിഞ്ഞ 8 വർഷത്തിനിടയ്ക്ക് ഭരണം അവസാനിക്കാറായ നാളുകളിൽ CPMും ഭയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. പിന്നെ മറ്റൊരു കാര്യം, ഇന്ന് കോൺഗ്രസ് നടത്തിയ സമരത്തെക്കുറിച്ച് സ്മൃതി ചോദിച്ചു. ഇന്ന് സമരം തുടങ്ങിയിട്ടുള്ളൂ, സെപ്റ്റംബർ 10-ന് ഇന്ന് സമരം തുടങ്ങിയിട്ടുള്ളൂ. എങ്ങനെയാണ് സമരം തുടങ്ങിയത്? ഇതുവരെ യൂത്ത് കോൺഗ്രസ് ആയിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഇല്ല, പുതിയ പ്രസിഡന്റ് വരാത്തതുകൊണ്ട് പ്രശ്നമാകുമെന്ന് പറഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ആവേശം കൂടി. ഇപ്പോൾ എല്ലായിടത്തും അവർക്ക് നേതാക്കൾ ഉയർന്നു വന്നു. തിരുവനന്തപുരത്ത് സമരം ചെയ്യുമ്പോൾ അവിടെ നേതാവ്, കൊല്ലത്ത് അവിടെ നേതാവ്, എല്ലാ ജില്ലകളിലും നേതാക്കൾ പുതിയതായിട്ട് ഉയർന്നു വരികയാണ് യൂത്ത് കോൺഗ്രസ്സിൽ. ആ സമരത്തിനൊപ്പം കോൺഗ്രസും സമരം ചെയ്യുകയാണ്. ഇനി UDFൻ്റെ രംഗത്ത് വരും. ഒരു കാര്യം പറയാം, അതായത് കേരളത്തിലെ LDFൻ്റെ നയമില്ലെന്ന് CPI പറഞ്ഞല്ലോ. അവരുടെ ഈ സംസ്ഥാന സമ്മേളനം അവർക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ കേരളത്തിലെ പോലീസ് നയത്തെക്കുറിച്ച് CPIയുടെ സംസ്ഥാന സെക്രട്ടറി അവരുടെ പാർട്ടി സമ്മേളനത്തിൽ നടന്ന അഭിപ്രായങ്ങളെക്കുറിച്ച് വിലയിരുത്തൽ നടത്തണം. ഇത് ഇടതു മുന്നണി അത് മിണ്ടുന്നില്ല, പാർട്ടി മിണ്ടുന്നില്ല, മുഖ്യമന്ത്രി മിണ്ടുന്നില്ല, ബന്ധപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും കേരളീയനായ ദേശീയ ജനറൽ സെക്രട്ടറിയും മിണ്ടുന്നില്ല. നമ്മൾ ദിവസവും ചർച്ച ചെയ്യുന്നു, എന്നും പരാതിക്കാർ വരുന്നു, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഇതൊരു സംശയത്തിൻ്റെ പ്രശ്നമുണ്ട്. കാരണം BJP എന്താ മിണ്ടാത്തത്? CPM മിണ്ടുന്നില്ല, പോട്ടെ, അവർ ഭരണപക്ഷം. BJP എന്താ മിണ്ടാത്തത്? BJP കേരളത്തിലെ പോലീസ് മർദ്ദനം നടന്നത് ഇതാ തൃശ്ശൂരിൽ ഒരു കേന്ദ്രമന്ത്രിയുണ്ട്, അദ്ദേഹത്തിന്റെ തൊട്ടടുത്താണ് കുന്നംകുളം. ശ്രീകുമാർ,
അല്ല, അടിയന്തരാവസ്ഥയാണെന്നോ അതല്ലല്ലോ വിഷയം. ജനങ്ങളെ തല്ലിയതല്ലേ ഇപ്പോൾ വിഷയം. മറ്റേ രാഷ്ട്രീയമായ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട്. കുന്നംകുളത്തിൽ നിരപരാധിയായ യൂത്ത് കോൺഗ്രസ് നേതാവിനെ തല്ലി, ഗുണ്ടകളെ തല്ലുന്ന പോലെ അല്ലല്ലോ. രാഷ്ട്രീയ നേതൃത്വം ഒരു പോലീസിൻ്റെ ഒരു പോലീസും ജനങ്ങളും തമ്മിലല്ലേ, പോലീസും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തമ്മിൽ മുഖാമുഖം നിൽക്കുമ്പോഴുള്ള ലാത്തി ചാർജിനെ കുറിച്ചല്ലല്ലോ നമ്മൾ സംസാരിക്കുന്നത്. പീച്ചിയിൽ നടന്ന കാര്യം, കോട്ടയത്ത് നടന്ന കാര്യം, ഡിവൈഎസ്പിയെ കുറിച്ച്, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ആലത്തൂർ എം പിയുടെ നാട്ടിൽപ്പെട്ടതാണ് കുന്നംകുളം. ആലത്തൂർ എം പി മിണ്ടുന്നില്ല. തൃശ്ശൂർ കേന്ദ്രമന്ത്രിയും തൃശ്ശൂർ എം പിയുമാണ്. അദ്ദേഹത്തിന് ആ കാര്യത്തിൽ ഈ വക പ്രത്യേക വിഷയങ്ങളെ കുറിച്ച് പറയാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. അപ്പോൾ സ്മൃതി ഒരു കാര്യം മനസ്സിലാക്കുക, CPI ഇന്നങ്ങനെ അവരുടെ രേഖയിൽ എഴുതി വെച്ചപ്പോൾ ഈ 8-ാം തീയതിത്തെ മുഖപ്രസംഗം അവർ തിരുത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനാണ്ട് CPIക്ക് നയമില്ല. അവർ അവസരവാദം കൊണ്ട് ജനങ്ങളെ അവരും പറ്റിക്കുകയാണ്. ഒരുപക്ഷെ അവരെ CPMനെതിരെ പറയാത്തത് എന്തുകൊണ്ടെന്നാൽ 6 മാസം കഴിഞ്ഞ ഇലക്ഷനാണ്. അപ്പോൾ CPM ഒരു പക്ഷേ പറഞ്ഞേക്കും, നിങ്ങൾ ഞങ്ങളെ വിമർശിച്ചതല്ലേ, 10 സീറ്റിൽ മത്സരിച്ചാൽ മതി എന്നൊരു ഭയമുണ്ടോ അവർക്ക് എന്ന് നമുക്ക് ശങ്കിക്കേണ്ടിയിരിക്കുന്നു. മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ശ്രീ റെജി ലൂക്കോസ്, മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ടതില്ല എന്നതാണോ തീരുമാനം? അല്ല, ഇവിടെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട ഒരു ലൈവ് ബഹുമാനപ്പെട്ട റവാഡ ചന്ദ്രശേഖർ DGPയുടെ പത്രസമ്മേളനമായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നേരെ തിരുത്തി പിന്നെ സ്മൃതി ചർച്ചയിൽ അവതരിപ്പിച്ചു. മുഖ്യമന്ത്രി ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല, അദ്ദേഹം ഒന്നും മിണ്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞായിട്ട് പറഞ്ഞു. ഞാനിപ്പോൾ അതിൻ്റെ ലൈവ് വീണ്ടും ഗൂഗിളിൽ നോക്കി പറഞ്ഞു, ഞാനത് കേട്ടതാണ്, ലോകം മുഴുവൻ കേട്ട് ഇതിലൂടെ. അദ്ദേഹം പറഞ്ഞെന്താ അറിയോ, മുഖ്യമന്ത്രി അതിക്രമങ്ങൾക്ക് നടപടിയെടുക്കാൻ കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നാണ് അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞൊരു മാധ്യമപ്രവർത്തകൻ്റെ റിപ്പോർട്ടായിരുന്നു. പിന്നെ ചോദ്യത്തിന് ഉത്തരവായിട്ട് സ്മൃതി എന്താ പറഞ്ഞേ, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഒരു നിർദ്ദേശം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയല്ലേ നിങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പം ആ 2 മിനിറ്റ് മുമ്പുണ്ടായ സംഭവം എടുത്തു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങ് കേട്ടില്ലായിരിക്കും. ഞാനിതെല്ലാം കേട്ടടാ, ഞാൻ കേട്ട കാര്യങ്ങൾക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ ആ ഗൂഗിളിൽ നോക്കേ, കേരള DGPയുടെ പത്രസമ്മേളനം നോക്കിയാൽ ഇതാണ്. തർക്കിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ മുഴുവൻ ക്ഷമയോടുകൂടി പിൻവലിക്കാം. ഞാൻ മാത്രമല്ല സ്മൃതി, ഇത് ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കില്ല റിപ്പോർട്ടർ ചാനലിലൂടെ. അല്ലല്ല, എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിർദ്ദേശത്തിൽ എന്താണ് ഇവിടെ നടന്നത്? അത് പറയാം, അത് ഞാൻ പറയാം. അതായത് ഈ DGPയുടെ പത്രസമ്മേളനം ഇപ്പോൾ 8 മണിക്കാണ് നടന്നിരുന്നെങ്കിൽ സ്മൃതി ഇപ്പോൾ ഏതെല്ലാം രീതിയിൽ ഈ ചർച്ച കൊണ്ടുപോയനെ. അതുകൊണ്ടാണല്ലോ ശ്രീകുമാർ സാറിനും ബഹുമാനപ്പെട്ട ചേക്കൂട്ടി സാറിനും മിതമായിട്ട് പ്രതികരിക്കേണ്ട വന്നത്. അദ്ദേഹം പറഞ്ഞു രണ്ട് കേസിന്റെ പറയാം. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു കുന്നംകുളത്തെ വിഷയത്തിൽ കർശനമായ നടപടി സ്വീകരിക്കാൻ IG-ക്ക് നിർദ്ദേശം കൊടുത്തു. അതുപോലെ തന്നെ ആലപ്പുഴ DYSP-ക്കെതിരെ നിരവധി പരാതി വന്നിട്ടുണ്ട്. അതും കർശനമായ നടപടി എടുക്കാനാണ് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. ബാക്കി പരാതി കിട്ടിയ മുഴുവൻ കാര്യങ്ങളിലും അതികർശനമായ നടപടി, കർശനമായ നിയമപരമായ കാര്യങ്ങൾ നോക്കും. ഞങ്ങളെ സഹപ്രവർത്തകരോട് നന്നായി പെരുമാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്ന പതിവ് പല്ലവികളല്ലാതെ നടപടി എന്താണ്? എന്ത് നടപടി അന്ന് പറഞ്ഞോ? ഞങ്ങളാരും കേട്ടില്ല എന്ത് നടപടി എന്ന്. എന്താണ് ഈ കർശന നടപടി? എന്താണ് ഇതുവരെ കർശന നടപടി ഉണ്ടായിട്ടുള്ളത്? സസ്പെൻഷൻ അത് അങ്ങ് നേരത്തെയുള്ള ചർച്ചകളിലും ആവർത്തിച്ച കാര്യമാണല്ലോ. 4 പേരുടെ സസ്പെൻഷൻ, അത് കഴിഞ്ഞിട്ടുള്ള കേസുണ്ടല്ലോ, രതീഷിന്റെ കാര്യം, മധുബാബുവിന്റെ കാര്യം. ഇതിലൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ലെന്നേ. മധുബാബു മുഖത്തടിച്ച ഒരു വൃദ്ധന്റെ പ്രതികരണം അങ്ങ് കേട്ടില്ലേ തുടക്കത്തിൽ? അതും കൂടി ശ്രദ്ധയോടെ കേൾക്കേണ്ടിയിരുന്നു. ഞാനത് കേൾക്കുക മാത്രമല്ല, മൂന്നാറിലെ SI കാണിച്ച് ഇന്നത്തെ തോന്നിവാസ വാക്കാ പറയുന്നത്. ആഭ്യന്തര വകുപ്പിനെ പോലെ കളിയാക്കിക്കൊണ്ട് ഞാൻ ആവതാളി എന്നുള്ള സിനിമയിലെ മമ്മൂട്ടിയുടെ കുറെ പോസ്റ്റേഴ്സ് എല്ലാം കാണിച്ചുകൊണ്ട് ഇന്ന് സോഷ്യൽ മീഡിയ വിളയാടി ആ ഉദ്യോഗസ്ഥനെ ആ നിമിഷം പിരിച്ചുവിടണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഒരു സംശയമല്ല. പക്ഷേ ഇത് സ്മൃതി ഞാനും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ അറിയോ, അതിനുള്ള നടപടിക്രമങ്ങളുണ്ട്. പോലീസിൽ നടപടിയെടുക്കുന്നതിന്, ആർക്കെതിരെ ഏത് ഡിപ്പാർട്ട്മെന്റും നടപടിയെടുക്കുന്നതിന് ഒരു നടപടിക്രമങ്ങളുണ്ട്. അതല്ലാതെ ഒരാൾക്ക് നടപടി എടുക്കാൻ പറ്റും. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഗവൺമെന്റ് ആ 4 ഉദ്യോഗസ്ഥന്മാരെ കുന്നംകുളത്തെ സസ്പെൻഡ് ചെയ്തു. ഇപ്പൊ ഇയാൾക്കെതിരെ ഈ ആലപ്പുഴയിലെ ചന്ദ്രബാബുവാണ്, പേര് ഞാൻ മറന്നുപോയി, നടപടിയെടുക്കാൻ കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആര് പറഞ്ഞിട്ടാ കേരളത്തിന്റെ അല്ല, മധുബാബുവിനെതിരെ എന്ത് നടപടിക്കാണ് നിർദ്ദേശം? മധുബാബുവിനെതിരെ എന്ത് നടപടിക്കാണ് നിർദ്ദേശം? മധുബാബു ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട കാര്യത്തെക്കുറിച്ച്, ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു ഏമാനെ കുറിച്ച് പറയുന്നു, അതിലെന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇല്ല, അതേ അങ്ങനെ നിങ്ങളോട് പറയത്തുള്ളൂ. 8 ദിവസമായിട്ട് ഞാൻ എന്ത് നടപടിയാ പോലീസ് എടുക്കുന്നത്? പറയാത്ത കാര്യങ്ങൾ അങ്ങ് കേട്ടെങ്കിൽ അതെങ്ങനെയാണ് മധുബാബുവിനെതിരെ എന്ത് നടപടിയാണ് അദ്ദേഹം പറഞ്ഞത്? അല്ല, അതൊരു ചോദ്യമാണ്. എല്ലാത്തിലും ഒരു നടപടിക്രമം എന്ന് പറഞ്ഞല്ലോ ശ്രീ
റെജി എടുത്തതിന് ലൂക്കോസ്, ശേഷം നിങ്ങളോട് പറയാൻ ശ്രീ പറ്റുള്ളൂ. റെജി ലൂക്കോസ്, ഈ നടപടിക്രമം എവിടെ നിന്ന് തുടങ്ങി എവിടെ നിൽക്കും ഒന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല ഇതെന്താണ് ഈ നടപടിക്രമം എന്ന്. കേരളത്തിലെ ജനങ്ങൾ 99.99% സാക്ഷരതയുള്ളവരാ. ഒരു കാര്യം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് നല്ല ബോധമുള്ള ഒരാളാണ്. നിങ്ങൾ ഏതെല്ലാം രീതിയിൽ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ സ്മൃതി വളച്ചൊടിച്ചു. അതാ ഞാൻ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്നത്. ഒരു കാര്യമാണ് നിങ്ങളോട് പറയാം. ഇപ്പം ഒരു നടപടി ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെതിരെ എടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോടതിക്ക് ഒരു നടപടി ഒരു കർശനമായുള്ള ശിക്ഷ വിധിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് നിയമ സംവിധാന പ്രത്യേകതയാണ്. എന്നിട്ട് പോലും അടിയന്തരമായ നടപടിക്ക് ശുപാർശ ചെയ്ത് ആ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു, അവരെ പിരിച്ചുവിടുന്നുള്ള സൂചനകൾ ഒരു പരിധിവരെ നമ്മുടെ മുമ്പിൽ ഉണ്ട്. ശ്രീ റെജി ലൂക്കോസ്, എവിടെ നിന്നാണ് ഈ സൂചന? എന്തിനാണ് ഇങ്ങനെ വളഞ്ഞ വഴിയൊക്കെ? ആഭ്യന്തരമന്ത്രിക്ക് ഇതാവില്ലേ? അതേ വേറെ സ്ഥലത്തൊക്കെ പ്രസംഗിക്കുന്നുണ്ടല്ലോ, വേറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, പൊതുപരിപാടിയിൽ ആളില്ലാത്തതിനെ കുറിച്ച് ദേഷ്യപ്പെടുന്നുണ്ടല്ലോ, അതിനൊക്കെ അദ്ദേഹത്തിന് നല്ല രോഷമുണ്ടല്ലോ. നാട്ടുകാരെ പിടിച്ചടിക്കുമ്പോൾ എന്താണ് ആ രോഷം അദ്ദേഹത്തിന് ഇല്ലാത്തത്? ഒത്തിരി കഷ്ടപ്പെടണ്ട. അല്ല, എന്റെ കഷ്ടപ്പാട്ടെ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലല്ല, ഞാൻ എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാതിരിക്കുന്നതിന് സ്മൃതി, ഞാൻ ചോദിക്കുന്നതിന് ഒറ്റ മറുപടി പറഞ്ഞാൽ മതി. ഈ നേരത്തെ ചോദിച്ചില്ല അതിനുള്ള തെളിവൂടെ ഉണ്ട്. കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 108ഓളം ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിട്ടൊരു ഗവൺമെന്റാ. അന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? അപ്പോൾ അതിനുള്ള മറുപടി എന്തായിരുന്നു? അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ജോലി അങ്ങനെ ഒരു സർക്കാർ ഉണ്ടായിരുന്നു. ഇവിടെ പ്രിയപ്പെട്ട ശ്രീമാർ സാറിന് സർക്കാരോട് ഭരിച്ചല്ലോ. 19 വരെ ഇടിച്ചു കൊന്നില്ലേ, ഉരുട്ടിക്കൊന്നില്ലേ? എന്നിട്ട് ഏത് പോലീസുകാരന് നടപടി സ്വീകരിച്ചു? എൻ്റെ നാട്ടിലെ മരങ്ങാട്ടുപള്ളി എന്നുള്ള സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരൻ നിരപരാധിയെ പോലീസ് സ്റ്റേഷൻ കൊണ്ട് ഇടിച്ച് പഞ്ചറാക്കി അയാളെ കൊന്നു. മാതാപിതാക്കളെ ഇന്ന് കാലു പിടിച്ചു, എൻ്റെ മകനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, മഴയത്ത് പുറത്ത് വലിച്ചെറിയുമായിരുന്നു. 22 പേരെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. അതിൽ 14 പേരെ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞു. 2025 ഇതേ ചോദ്യം സഭയിൽ ഉന്നയിക്കപ്പെടുമ്പോൾ അതിന് മറുപടി നൽകിയിട്ടില്ല ആഭ്യന്തരമന്ത്രി. എത്ര പേർക്കെതിരെ നടപടി, എത്ര പേരെ പിരിച്ചുവിട്ടു, എത്ര പേർ ഇപ്പോൾ സസ്പെൻഷനിലാണ് തുടങ്ങിയ ചോദ്യങ്ങൾക്ക്, എത്ര പേർ ക്രിമിനലുകളായിട്ട് എന്ന ചോദ്യത്തിനൊന്നും മറുപടി 2025 ഏറ്റവും ഒടുവിലുണ്ടായ സഭയിലെ ചോദ്യത്തിന് നൽകിയിട്ടില്ല. അത് ഞാൻ അങ്ങോട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ചോദിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. അതിന് മറുപടി പറഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് ഈ 108ന്റെ കണക്ക് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞാൽ ഈ 108 കഴിഞ്ഞ് പിന്നെ 108 കഴിഞ്ഞ് പിന്നെ എല്ലാവർക്കും മുഖത്തടിച്ച് കർണക്കുറ്റി പൊട്ടിക്കാമെന്നാണോ? കർണപടം തകർക്കാമെന്നാണോ? കേൾവി ശക്തി നഷ്ടപ്പെട്ട എത്ര ആളുകളാണ്? സ്മൃതി, ഈ ചർച്ചയിൽ ഞങ്ങൾ ആരും ഈ പോലീസുകാർക്ക് അനുകൂലമായിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. കളയണം തന്നെ ഞങ്ങൾ പറഞ്ഞു. അയ്യോ അങ്ങനെ പറയാതിരിക്കോ? അങ്ങനെ നിസ്സഹായനാവാതിരിക്കോ? അല്ല, നടപടി വേണം എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് വേണമെന്നേ നടപടി? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ വരുന്ന വിവരല്ലേ സ്മൃതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്മൃതി ഒരു സെക്കൻഡ് സംസാരിക്കാൻ അനുവദിക്കോ? ജനാധിപത്യ സംസാര സ്വാതന്ത്ര്യത്തിന് പോലും വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടാ സ്മൃതി ഇപ്പൊ ഈ 5 മിനിറ്റാണ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഞങ്ങൾക്കാർക്കാണ് ഇവിടെ സംയമനക്കുറവ്? നടപടി എടുത്ത ഒരു സർക്കാരിനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ ഇനി എവിടെ നടപടി എന്ന് ചോദിച്ചാൽ 202 ഉദ്യോഗസ്ഥന്മാർ പുറത്തേക്ക് വരാനുള്ള വക്കീലെത്തി നിൽക്കുക. അവർക്ക് പിരിച്ചുവിടൽ നോട്ടീസ് നൽകി കഴിഞ്ഞു. ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കും. നിങ്ങൾക്ക് എന്താ സംശയം? അതിനാണ് ഹിസ്റ്ററി പറയുന്നത്. ഇന്ന് രാവിലെയല്ലോ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് ഉണ്ടാകുന്നത്, ആണോ? അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ വളച്ചൊടിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ, അതായത് 1 മിനിറ്റ് മുമ്പ് ആ DGPയുടെ വായിൽ വന്ന വാക്കുകൾ ഒരു സ്മൃതി വളച്ചൊടിച്ചു. ഞാൻ ശ്രദ്ധിച്ചത് DGPയുടെ മുഴുവൻ പ്രതികരണവും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. തുടക്കം മുതൽ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു തുടങ്ങാനേ ഒരു DGPക്ക് സാധിക്കൂ. എന്താണ് നടപടി എന്ന് പറയുന്നില്ല. ഓരോ പോലീസുകാരുടെ പേര് ചോദിച്ച് അങ്ങോട്ട് പറയുമ്പോൾ ആ നടപടി പറയുന്നില്ല. നിയമപരമായ കാര്യങ്ങളിലൂടെ കടന്നു പോകും. ഇതിപ്പോ ആർക്കാണ് പറയാൻ പറ്റാത്തത്? സ്മൃതി, മാധ്യമപ്രവർത്തകർ ആദ്യം ചോദിച്ച ചോദ്യം മുഖ്യമന്ത്രി മൗനത്തിലാണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്, കർശനമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ആ DGP പറഞ്ഞത്. ഇല്ല, എന്റെ പേര് കേസ് കൊടുക്കുക ഇപ്പൊ പറഞ്ഞതല്ലേ? എന്നിട്ട് നിങ്ങൾ പറയുവാണ് രണ്ടാമത് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഒരു DGP പറയോ മുഖ്യമന്ത്രി മിണ്ടുന്നില്ല? മുഖ്യമന്ത്രി മിണ്ടുന്നില്ല എന്നൊന്നും DGP പറഞ്ഞായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയിൽ നിന്നും കർശന നിർദ്ദേശം കിട്ടിയോ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞത്. അല്ലാതെ മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല എന്ന രൂപത്തിലൊന്നും ഒരു DGPക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ തമാശയാക്കാതിരിക്കൂ. ഇതൊരു ഗൗരവത്തിലുള്ള വിഷയമല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ പരിഹസിക്കാതിരിക്കും. കുറെ പേർ അടികെട്ടി വേദനിച്ച് നടപടിയില്ലാതെ വിഷമിച്ച് പുറത്ത് പ്രതികരിക്കുകയാണ്. ഈ സാഹചര്യത്തിന്റെ ഗൗരവം ഒന്ന് ഉൾക്കൊള്ളൂ ശ്രീ റെജി ലൂക്കോസ്.
ഗൗരവം ഉൾക്കൊണ്ട് ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ ടാർഗറ്റ് ചെയ്യുന്ന 8 ദിവസമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ? ആ കേരളത്തിന്റെ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്നു? നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്നു? ശ്രീ റിജു ലൂക്കോസ്, എത്ര സാധാരണക്കാരായ മനുഷ്യരുടെ പ്രതികരണമാണ് ദിവസം ചെല്ലുന്തോറും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വെല്ലുവിളിച്ച ഒരു ഡിവൈഎസ്പിക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ കഴിയുന്നത് എങ്ങനെയാണ് സാധിക്കുന്നത്? നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് വേണ്ടി പ്രതികരിക്കുന്ന പോലീസുകാർക്കാണെങ്കിൽ ഉടനെ സസ്പെൻഷനാണ്. ഈ ഡിവൈഎസ്പിയുടെ മേലെ ഒരു തരി മണൽ വീഴുമോ? ഈ ഡിവൈഎസ്പി എന്നു മുതൽ തുടങ്ങിയിട്ടുണ്ട് ഈ ക്രിമിനൽ നടപടി? ഇപ്പോൾ നേരത്തെ ഒരു CPM പ്രവർത്തനം ഡിവൈഎഫ്ഐ പ്രവർത്തന അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അത് വലിയ വാർത്തയായി തന്നെ പറഞ്ഞിരുന്നു. അതിലൊന്നും നടപടി ഉണ്ടായിട്ടില്ല. ഇത്ര വർഷമായില്ലേ അദ്ദേഹം ഡിവൈഎസ്പി ആയി ഉയർത്തപ്പെട്ടു. അദ്ദേഹത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഇപ്പോഴും അവിടെ തുടരാൻ പറ്റുന്നുണ്ട്. 2 ദിവസമായില്ലേ പോസ്റ്റ് വന്നിട്ട്? ദയവായി ഒരു അല്പസമയം അനുവദിക്കൂ. ആ ഉദ്യോഗസ്ഥന്റെ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നു ആ DGP അതികർശനമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ആ നടപടി സ്വീകരിക്കുന്നത് വരെ നിങ്ങൾക്ക് 3-4 മണിക്കൂർ മാത്രം ഗ്യാപ്പല്ലേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞോളൂ യാന്ത്രികമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാണോ ഒരു വകുപ്പ് എന്ന് പറയുന്നത്? അതേ വളരെ ക്ലിയർ ക്രിസ്റ്റലായിട്ട് ആ പേര് പറഞ്ഞു. ആ ഇതേടെ ഗൂഗിളിനകത്തുണ്ട്. ആ പേര് പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഈ 2 പേരുടെ പേരെ ആകെ പറഞ്ഞിട്ടുണ്ട്. ആ 4 ഉദ്യോഗസ്ഥന്മാരുടെ കാര്യവും ഈ പറയുന്ന ആലപ്പുഴ ഡിവൈഎസ്പിയുടെ കാര്യം ബാക്കി ബാബുവിന്റെ കാര്യമൊക്കെ അങ്ങോട്ടാണ് ചോദിക്കുന്നത്. മാധ്യമങ്ങൾ പേരെടുത്ത് ചോദിക്കുകയാണ്. ശ്രീ PK നവാസ്, ഈ DGP 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞ് അവർക്കെതിരെ ഇതാ നടപടി എടുക്കാൻ പോകുന്നു എന്ന് പറയുന്ന അങ്ങ് കേട്ടോ? കർശനമായ നടപടി, നിയമപരമായ കാര്യങ്ങളിലൂടെ കടന്നുപോകും എന്നതാണ് DGP ഇപ്പോൾ സംസാരിച്ചത്. മുഖ്യമന്ത്രി 8ാം ദിവസവും സംസാരിച്ചില്ലെങ്കിലും മുഖ്യമന്ത്രി സംസാരിക്കേണ്ടത് DGPയോടാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് പറയാൻ തൽക്കാലം സൗകര്യമില്ല. ഇതാണ് ഇപ്പോൾ കേരളത്തിലുള്ള മറുപടി. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒന്ന്, ആദ്യമായി നമ്മളെല്ലാവരും ഇപ്പോൾ DGPയുടെ വാർത്താ സമ്മേളനം കണ്ടു. രജി സാറ് പറയുന്ന ക്ലാരിറ്റി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വ്യക്തിപരമായി എനിക്ക് തോന്നിയില്ല. ഇനിയിപ്പോൾ അത് NP ചേക്കുട്ടി സാറിനെ പോലെ ഇതിൽ രാഷ്ട്രീയ നിരീക്ഷകനായി ലെവൽ നിൽക്കുന്ന ഒരാൾ പറയട്ടെ, എനിക്കങ്ങനെ തോന്നിയില്ല. ഇനി ആന്ധ്രാപ്രദേശുകാരനായ അദ്ദേഹത്തിൻ്റെ മലയാളത്തിൻ്റെ വ്യക്തത കുറവ് നമുക്കുള്ളത് കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും അങ്ങനെ ഒരു പേരും കർശനമായൊരു നടപടി ഉണ്ടാകുമെന്നൊന്ന് പറഞ്ഞാൽ നമ്മളാരും കേട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട റെജി ലൂക്കോസ് സാർ പതിവിൽ നിന്ന് വിപരീതമായി വളരെ കയർത്തുകൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ഒന്ന്, ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മറ്റൊരാളും CPL നിന്ന് വരുന്നില്ലല്ലോ സ്മൃതി. ഇപ്പോൾ നിങ്ങൾ തന്നെ ചാനൽ ചർച്ച നിൽക്കുമ്പോൾ മറ്റു ചാനലുകളൊക്കെ നമ്മൾ പരിശോധിക്കാം. ഒരു ചർച്ചയിൽ പോലും CPMൻ്റെ ഔദ്യോഗികമായൊരു വേർഷൻ പറയാൻ പാർട്ടിയുടെ DYFIയുടെ നേതാവുണ്ടോ? CPMൻ്റെ ഏതെങ്കിലും നേതാവ് വരുന്നുണ്ടോ? മന്ത്രിമാരാരെങ്കിലും കൃത്യമായൊരു നിലപാട് പറഞ്ഞു വന്നോ? ആരും വന്നില്ല. എന്താ അങ്ങനെ സംഭവിക്കുന്നത്? പിണറായി വിജയൻ ഒരു നിലപാട് പറയാതെ കേരളത്തിലെ CPMൻ്റെ ഒരു പാർട്ടി അംഗത്തിനും ഉത്തരവാദിത്തപ്പെട്ട ഒരാൾക്കും അതുമായി ബന്ധപ്പെട്ട ഒരു വേർഷൻ പറയാൻ ധൈര്യമില്ല. ഇപ്പം നേരത്തെ നിങ്ങൾ ചോദിച്ചല്ലോ CPIയുടെ സമ്മേളനം നടക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് വരുന്നില്ല? സ്മൃതി, 2 തവണ CPIക്കാർ നിലപാട് പറഞ്ഞ വിഷയം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഒന്ന് ADGP അജിത് കുമാറിൻ്റെ കാര്യത്തിലാണ്. K. രാജൻ വളരെ കൃത്യമായി മൊഴി കൊടുത്തു ഈ ADGP അജിത് കുമാറിനെതിരെ. എന്ത് സംഭവിച്ചു? ഈ മന്ത്രിസഭയിലെ 2ാമനാണ് CPIയുടെ നേതാവ് K. രാജൻ. അദ്ദേഹം നേരിട്ട് പത്രക്കാരോട് പറയുന്നു, ജനയുഗം നിരന്തരമായി ലേഖനം എഴുതുന്നു, CPIയുടെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നു. എന്ത് സംഭവിച്ചു ആ വിഷയത്തിൽ? എന്താണ് അതിൽ അവസാനം സംഭവിച്ചത്? അപമാനിതരായി പിരിഞ്ഞടക്കേണ്ടി വന്നില്ലേ CPIയുടെ നേതാക്കന്മാർക്ക്? മലപ്പുറത്തെ പോലീസുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ SP-ക്കെതിരെ ഈ മലപ്പുറത്തെ SP-ക്കെതിരെ മാറ്റണമെന്ന് പറഞ്ഞ് പരസ്യമായി രംഗത്ത് വന്നു CPI. എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് CPIക്ക് പ്രതികരിക്കാനോ CPM നേതാക്കന്മാർക്ക് പ്രതികരിക്കാനോ മന്ത്രിമാർക്ക് പ്രതികരിക്കാനോ സാധ്യമല്ല. ഒരു ഏകാധിപത്യ ഭരണത്തിൻ്റെ കീഴിലാണ് കേരളം എന്നാണ് അവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് പ്രതികരിക്കാം, കാരണം ഞങ്ങൾ ജനാധിപത്യ കേരളം തന്നെയാണ് എന്ന് വിശ്വസിച്ചാണ് സംസാരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി സ്മൃതി മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ 8 ദിവസമായി ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. 8 ദിവസമായി ഈ പ്രശ്നം ഉണ്ടായിട്ട് ഇപ്പോൾ റെജി സാറ് പറയുന്നത് ശരിയാണെങ്കിൽ DGPയോട് നിരന്തരമായി പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി സംസാരിക്കുന്നുണ്ട് എന്നാണ്. എന്നിട്ട് ഇപ്പോൾ 8 ദിവസത്തിന് ശേഷം ഇന്ന് DGP വന്നിട്ട് മലയാളിയോട് സംസാരിക്കുകയാണ്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായപ്പോൾ പാകിസ്ഥാനിലെ അവിടുത്തെ പട്ടാള മേധാവി അസിം മുനീറാണ് ലോകത്തോട് സംസാരിച്ചത്. അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം സംസാരിച്ചിട്ടില്ല. രാഷ്ട്രീയ നേതൃത്വം മൗനമായിരുന്നു. കേരളം ഒരു പട്ടാള ഭരണം, അർദ്ധ പട്ടാള ഭരണമുള്ള നാടൊന്നും അല്ലല്ലോ റജി സാറേ. ഇവിടെ ഞങ്ങളോട് സംസാരിക്കേണ്ടത് DGP അല്ല, ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹമാണ് കേരളത്തിലെ ജനങ്ങളോട് സംസാരിക്കേണ്ടത്. നമ്മുടെ ആക്ഷേപം എന്താണ്? ഈ പറയുന്ന DGP ഉൾപ്പെടെയുള്ള ഇവിടുത്തെ സിസ്റ്റത്തിനെതിരെയാണ് നമ്മുടെ ആരോപണം. ആ ആരോപണത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സംവിധാനം തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ അയാളാണ് ജനങ്ങളോട് സംസാരിക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇവിടെ ഒരു അൺഹെൽത്തിയായ ഒരു പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻറ്റ് ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദവും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുണ്ട്. അതുകൊണ്ടാണ് ഇതിലൊന്നൊരു ക്ലാരിറ്റി വരാതെ പോകുന്നത്. നോക്കൂ നിങ്ങൾ, ഇപ്പോൾ ഇതേ DGP തന്നെ അല്ലേ ഒരു CCTV ക്യാമറയുമായി ബന്ധപ്പെട്ട് ഒരു സർക്കുലർ പുറപ്പെടുവിച്ചത്? സ്മൃതി, ഇതേ DGP തന്നെ ആയിരുന്നില്ലേ? ഇതേ പോലീസ് സിസ്റ്റം തന്നെ ആയിരുന്നില്ലേ?
ഇനി ആ സിസ്റ്റത്തെയാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? ഈ ഇത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ പുറത്തു പോകുന്നത് ശ്രദ്ധിക്കണമെന്നും പുറത്തു പോകരുതെന്ന് പറയുന്ന ഇതേ സിസ്റ്റത്തിന്റെ മേധാവികളെയാണോ നമ്മൾ ഇനി വിശ്വസിക്കേണ്ടത്? അങ്ങനെയാണോ നമ്മൾ അതിനെ കാണേണ്ടത്? അതെ, ഈ സിസ്റ്റത്തിന്റെ തീർച്ചയായും ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ADGP ആണ്. ഈ സിസ്റ്റത്തെയാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? ഇനി നോക്കൂ, അത് മാത്രമല്ല, തൊട്ട് മുമ്പേ ഉണ്ടായിരുന്ന DGP, ആ ADGPക്കെതിരെ ദർവേഷ് സാഹിബ് റിപ്പോർട്ട് കൊടുത്തല്ലോ. 2 തവണ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് ആരാ കൈകാര്യം ചെയ്യേണ്ടത്? മുഖ്യമന്ത്രി ആയിരുന്നില്ല. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ഈ ADGP അജിത് കുമാറെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ദർവേഷ് സാഹിബിന്റെ റിപ്പോർട്ട് ലഭ്യമായിട്ട് അതിനുശേഷം വീണ്ടും അന്വേഷണത്തിന് വേണ്ടി പുതിയ DGPയെ നിയമിച്ചു. അപ്പോൾ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇവിടെ ഉണ്ട്, അത് വ്യക്തമാണ്. അതിപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ കുന്നംകുളത്തെ SIയുടെ കാര്യത്തിൽ അന്വേഷണത്തിൽ വരുമ്പോൾ SP-യും DYSP-യും സഹായിക്കുന്നു. അൺഹെൽത്തിയായ റിലേഷൻഷിപ്പ് ഉണ്ട്. ഇത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി വരെ നീണ്ടു നിൽക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്ക്, ഇത്രയും വിവാദമായ വിഷയം ചാനലുകൾ നിറഞ്ഞു നിൽക്കുന്നു, കേരളം മൊത്തം ചർച്ച ചെയ്യുന്നു, തെരുവിൽ മുഴുവൻ ചെറുതും വലുതുമായ സമരങ്ങൾ നടക്കുന്നു. അപ്പോൾ കേരളത്തിലെ ഒരു DYSPക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുള്ള ധൈര്യം എവിടുന്ന് ലഭ്യമാകുന്നതാണ്? നമുക്ക് അത്ഭുതം തോന്നുന്നില്ലേ? ആ ദൃശ്യം കണ്ടേ അത്ഭുതം ആ ഫേസ്ബുക്ക് പോസ്റ്റിലില്ലേ? ഇന്ന് രാവിലെ ഒരു SI ഇൻസ്റ്റഗ്രാമിൽ മമ്മൂട്ടി കഥാപാത്രമായ ഒരു സിനിമയുടെ റീല് ഇൻസ്റ്റഗ്രാമിൽ അത് സ്റ്റാറ്റസ് വെക്കുകയാണ്. എങ്ങനെ ഈ പോലീസ് ഫോഴ്സിനകത്തുള്ള ആളുകൾക്ക് നിരന്തരമായ വൈകുന്നേരങ്ങളിൽ മുഴുവൻ ആളുകളും അലേർട്ടായി നിൽക്കുന്ന ഒരു വിഷയത്തിൽ, എല്ലാ ദിവസവും എല്ലാ ചാനലുകളും ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇടപെടാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞ അൺഹെൽത്തി റിലേഷൻഷിപ്പ് ഇതിനകത്തുണ്ട്. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിണഞ്ഞു നിൽക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടപടിയെടുക്കാൻ സാധ്യമല്ല. ഞങ്ങൾ പരസ്പരം സഹായ സംഘങ്ങളാണ് എന്ന ഒരു ഈ ഹൈറാർക്കിയിൽ മൊത്തം അത് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ADGPയുടെ CCTV പുറത്തു പോകരുതെന്ന് പറയുന്ന ഈ സർക്കുലർ വരുന്നത്. അതുകൊണ്ടാണ് ഒരു ADGP കുറ്റക്കാരനാണ് എന്ന് DGP കൊടുക്കുമ്പോൾ അത് മറികടന്ന് മറ്റൊരു അന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ സിസ്റ്റത്തിനകത്ത് മുഴുവൻ പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത് കൃത്യമായ രാഷ്ട്രീയമായ ഒരു നേതൃത്വത്തിൻ്റെ ഇച്ഛാശക്തിയുള്ള ഒരു ഇടപെടൽ ഇല്ലാതെ പോയാൽ കേരളത്തിൽ അരാജകമായ ഒരു അവസ്ഥയിലേക്ക് കേരളം പോകും എന്ന കാര്യത്തിൽ തർക്കവുമില്ല. ഞാൻ സ്മൃതി ഇതിൽ പ്രതികരിക്കാൻ വൈകിയതിനെ കുറിച്ചാണല്ലോ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി പ്രതികരിക്കുന്നില്ല 8 ദിവസമായിട്ടും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ പ്രതികരണത്തിന് എത്ര വേഗമുണ്ട് എന്ന ചോദ്യം കൂടിയുണ്ടല്ലോ. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് പലയിടത്തായി പ്രതിഷേധം, അവർക്ക് നേരെ ജലപിരങ്കിയൊക്കെ കണ്ടു. ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. അതും പലയിടത്തും പ്രസംഗങ്ങളായി നമ്മൾ കണ്ടു. UDF എന്ന നിലയ്ക്ക് ഒറ്റക്കെട്ടായി നിങ്ങളൊരു വലിയ പ്രക്ഷോഭത്തിലേക്കും പ്രതിഷേധത്തിലേക്കും പോകാൻ മാത്രം വലിയ വിഷയമായി ഇതിനെ കാണുന്നില്ലെന്നാണോ? തീർച്ചയായും ഉണ്ട്. ഇപ്പോൾ സ്മൃതി നേരത്തെ ആമുഖത്തിലും അത് പറയുന്നത് ഞാൻ കേട്ടു. സമരത്തിന് വീര്യം പോരാ. എന്താണ് ഈ സമരത്തിന്റെ വീര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ തലതല്ലി പൊട്ടിക്കണമെന്നാണോ? പോലീസ് ഞങ്ങളെ തലതല്ലി പൊട്ടിച്ച് ചോരയൊലിച്ചാലാണോ സമരത്തിന് വീര്യം ഉണ്ടാവുക? സമരം എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെ കേരളീയ സമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ UDFന് എത്ര നേതാക്കന്മാർ ജയിലിൽ പോകുന്നുണ്ട് എന്നുള്ളതല്ല. ഞങ്ങൾ അങ്ങനെയല്ല അതിനെ വിലയിരുത്തുന്നത്. ജനങ്ങൾ അതിൽ എത്രമേൽ അലേർട്ടാണ്, ജനങ്ങൾ എത്രമേൽ ബോധ്യമുണ്ട് എന്നാണ്. ഞങ്ങൾ ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ ഞങ്ങൾ കൃത്യമായ ബോധ്യമുണ്ട്. ജനങ്ങൾ ഈ വിഷയത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. ജനങ്ങളിലേക്ക് ഈ വിഷയം കൃത്യമായി എത്തുന്നുണ്ട്. ഞങ്ങളുടെ സമരവും ഞങ്ങളുടെ പ്രഖ്യാപനങ്ങളും ഞങ്ങളുടെ ചർച്ചകളും ഇവിടെ വന്നിരുന്ന് ഞാൻ സംസാരിക്കുന്നത് പോലും അതിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ജനങ്ങളോട് നമുക്ക് സംസാരിക്കാനുള്ളത്, ജനങ്ങളോടാണ് സംവദിക്കാനുള്ളത്, ജനങ്ങളിലേക്കാണ് ഇത് എത്തിക്കേണ്ടത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ 8 ദിവസമായി മുഖ്യമന്ത്രി സംസാരിക്കുന്നില്ല. ഇത് ആരോടാണ് നമ്മൾ പറയേണ്ടത്? പോലീസിന്റെ ലാത്തിയോടാണോ ഞങ്ങൾ പറയേണ്ടത്? പോലീസിന്റെ ബൂട്ടിന്റെ ശബ്ദം കേട്ടാൽ മാത്രമാണോ സമരമായി മാറുക? അല്ല. ഞങ്ങൾ നിരന്തരമായി ജനങ്ങളോട് സംസാരിക്കുന്നു. ഇന്ന് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും കോൺഗ്രസ് നേതൃത്വത്തിൽ മാർച്ചുണ്ടായി. എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും മാർച്ചുണ്ടായി. അവിടെയെല്ലാം ജനങ്ങൾ അണിനിരക്കുന്നുണ്ട്, ജനങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഭരണാധികാരി അഹന്തതയും അധികാരവും മൂത്തൊരു ഭരണാധികാരിയായി മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അല്ലെങ്കിൽ 8 ദിവസമായിട്ട് കേരളത്തിൽ ഇത്രമേൽ രൂക്ഷമായി അനുദിനം നിങ്ങൾ ഓരോ ചാനലുകളും ഓരോ ചാനലുകൾ അങ്ങനെയപ്പോൾ ചെയ്യുന്നത്. ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട ചാനലുകൾ എക്സ്ക്ലൂസീവായ ഓരോ വീഡിയോയും വാർത്തകളും വരികയാണ്. എന്നിട്ടും എൻ്റെ ജനങ്ങളോട്, കേരളത്തിൽ എന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ജനങ്ങളോട് സംസാരിക്കണമെന്ന് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിക്ക് തോന്നാത്തത് മാത്രമല്ല സ്മൃതി, നിങ്ങളുടെ ചാനൽ ചർച്ചയിൽ വന്നിരിക്കാൻ ഒരു DYFIയുടെയോ CPMൻ്റെയോ ഔദ്യോഗിക നേതാവിന് കഴിയാത്തത്രയും ബലഹീനമായി പോയിട്ടുണ്ട് ആ സംഘടനാ സംവിധാനം എന്ന കാര്യം തർക്കമില്ല. വേണമെങ്കിൽ CPMന് സംസാരിക്കാതിരിക്കാം, DYFIക്ക് പിണറായി വിജയനെ മഹാനായി കൊണ്ടു നടക്കാം, അവർക്ക് പാർട്ടി ബാധ്യത ഉണ്ടാവും. ഇവിടുത്തെ ജനങ്ങളുള്ള കമ്മിറ്റ്മെൻറ്റ് എന്താണ്? ഈ മുഖ്യമന്ത്രിയുടെ, ഈ ആഭ്യന്തരമന്ത്രിയുടെ ജനങ്ങളുള്ള കമ്മിറ്റ്മെൻറ്റ് എന്താണ്? ഞങ്ങൾ ഈ ജനങ്ങളിൽ നിന്ന് ഈ പോലീസ് സിസ്റ്റം ഇങ്ങനെ ജനങ്ങളെ തല്ലിച്ചതയ്ക്കുമ്പോൾ, കൊന്നുകളയുമ്പോൾ, ചെവി അടിച്ചു പൊട്ടിക്കുമ്പോൾ, കർണപഥങ്ങൾ തകർത്ത് കളയുമ്പോൾ അവിടെ ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട് ഇവരെ നിയന്ത്രിക്കാൻ
നയിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം ആ രാഷ്ട്രീയ നേതൃത്വം സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. അതൊരു ധിക്കാരമല്ലേ? ജനങ്ങളോട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. ജനങ്ങൾ ഇത്രയും പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ, വയോധികർ വന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ, ചെറുപ്പക്കാർ കരഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോൾ, ഇവിടെ ഇരിക്കുന്ന പാനലിസ്റ്റുകൾ എല്ലാവരും, ഇടതു സഹയാത്രികനായ റജിസാർ പോലും നാണക്കേട്, അപമാനം, ഞങ്ങൾ തല താഴ്ത്തുന്നു, ലജ്ജിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, ഈ നാണക്കേടും ലജ്ജയും അപമാനവും ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും തയ്യാറല്ല എന്നൊരു സമീപനം എടുക്കുകയാണ്. ഈ സമീപനത്തെ കേരള സമൂഹത്തിന് മുമ്പിലേക്ക് ചർച്ച കൊണ്ടുവരിക എന്നതാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് വളരെ കൃത്യമായി താഴ്ത്തൽ ചർച്ച നടക്കുന്നു വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. NP ചെക്കുട്ടി, സാധാരണഗതിയിൽ സ്വയം ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഒരു തെളിച്ചമുണ്ടാകും. മുഖ്യമന്ത്രി പിണറായി വിജയന്, ആഭ്യന്തരമന്ത്രി പിണറായി വിജയന് ഈ പോലീസ് മർദ്ദനത്തിൻ്റെ അനുഭവമുണ്ട്. അദ്ദേഹം പല ഘട്ടങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. അതും MLA ആയിരിക്കുമ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് കരുണാകരൻ്റെ പോലീസിൽ നിന്നും ഏറ്റ മർദ്ദനം, അതിൽ കരുണാകരൻ എന്ന മുഖ്യമന്ത്രിയെ സഭയിൽ അദ്ദേഹം ചോദ്യം ചെയ്തത്, അതായത് രാഷ്ട്രീയ സംരക്ഷണം തന്നെ മർദ്ദിച്ച പോലീസുകാർക്കുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതൊക്കെ ചരിത്രത്തിൽ തന്നെയുള്ള കാര്യങ്ങളാണ്. അങ്ങനെ അനുഭവമുള്ള മുഖ്യമന്ത്രിയാണ്. രാഷ്ട്രീയ സംരക്ഷണം എന്ന വാക്കുപയോഗിച്ച മുഖ്യമന്ത്രിയാണ്. അന്ന് അദ്ദേഹം MLA ആയിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അത് അദ്ദേഹം ഭരിക്കുമ്പോൾ അത് മറക്കുന്നത്? അല്ല, പ്രധാനപ്പെട്ട കാര്യം ഈ സിസ്റ്റത്തിനെ നമുക്ക് പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്കതിനെ ദുരുപയോഗം ചെയ്യാം. കാരണം കേരള പോലീസ് എന്ന് പറയുന്നത് സത്യത്തിൽ വളരെ ഹൈലി പ്രൊഫഷണലായിട്ടുള്ള, വളരെ കാപ്പബിൾ ആയിട്ടുള്ള ഒരു ഒന്നാന്തരം ഫോഴ്സാണ്. അതിനകത്തുള്ള ഓഫീസേഴ്സ് ആയാലും ശരി, അതിനകത്തുള്ള കാഡേഴ്സ് ആയാലും ശരി, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്, കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്, ജനങ്ങളുടെ ഉത്തരവാദിത്തമുള്ള ആളുകളാണ്. പക്ഷേ ഈ സേനയെ രാഷ്ട്രീയമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. പിണറായി വിജയൻ, അദ്ദേഹം അന്ന് MLA ആയിരുന്ന സമയത്തുണ്ടായിരുന്ന പിണറായി വിജയൻ അല്ല ഇപ്പോഴുള്ള പിണറായി വിജയൻ. അദ്ദേഹത്തിന് ഒരുപാട് സ്ഥാപിത താല്പര്യങ്ങളുള്ള ഒരാളാണ്, ഒരു സ്ഥാപിത താല്പര്യങ്ങളുടെ ഉള്ള ഒരു പാർട്ടിയുടെ നയിക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സേനയെ അദ്ദേഹം അതിശക്തമായിട്ട് സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ജനകീയ താല്പര്യങ്ങളോ ജനങ്ങളുടെ താല്പര്യങ്ങളോ ഒന്നുമല്ല പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ആ വിഷയത്തിൽ ആരെങ്കിലും എതിർപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഒരു DGPക്കെതിരായിട്ട്, മലപ്പുറത്ത് SP-ക്കെതിരായിട്ട് അവരുടെ ഒരു MLA ആയിരുന്ന ഒരാൾ PV അൻവർ, അദ്ദേഹം ഉന്നയിച്ചത് മുഖ്യമന്ത്രിക്കെതിരായിട്ടൊന്നും ആയിരുന്നില്ല, പോലീസ് സംവിധാനത്തിനകത്ത് നടന്ന വിഷയങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അവസാനം എന്തുണ്ടായി? അദ്ദേഹത്തിന് പുറത്ത് പോയിട്ട് രാജിവെച്ച് പുറത്ത് പോകേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ കാര്യം സ്വന്തം പാർട്ടിയിലായാലും ശരി, പുറത്തുള്ള എവിടെയായാലും ശരി, ഈ സംവിധാനത്തെ താൻ ദുരുപയോഗം ചെയ്യുന്ന രീതി, ഈ സംവിധാനത്തെ താൻ മിസ്യൂസ് ചെയ്യുന്ന രീതി, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ നിലനിൽപ്പില്ല. അതാണ് CPIയുടെയും പ്രശ്നം. അപ്പോൾ ആ ഒരു ശക്തമായിട്ടുള്ള സ്ഥാപിത താല്പര്യങ്ങളാണ് ഇന്ന് മുഖ്യമന്ത്രിയെ നയിക്കുന്നത്. നിർഭാഗ്യവശാൽ ഈ സ്ഥാപിത താല്പര്യങ്ങളില്ലാത്ത ഒരാളിലേക്ക് അധികാരം കൊടുക്കാൻ അദ്ദേഹം തയ്യാറാവണം. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പിണറായി വിജയന് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഒരു നിലയ്ക്കും എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല. ആ നിലയിൽ അദ്ദേഹം കോംപ്രമൈസ്ഡ് ആണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുന്നണിക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്, അല്ലെങ്കിൽ സ്വയമായിട്ട് ആലോചിച്ചിട്ട് ഈ അധികാരം വേറെ ആരെ ഏൽപ്പിക്കേണ്ട സമയം എന്നോ കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ഈ സർക്കാരിലെ ഏറ്റവും മോശം വകുപ്പാണ് ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങ് അംഗീകരിക്കുമോ? കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കേണ്ട, എൻ്റെ അംഗീകാരത്തെക്കുറിച്ച് നോക്കേണ്ട ആവശ്യമില്ല. എനിക്കിവിടെ പറയാൻ രണ്ട് കാര്യങ്ങളുണ്ട്, എന്നോട് സമയം കിട്ടണം, ഞാൻ ഒരാളേ ഉള്ളൂ. ഈ വിഷയം, അതായത് കുന്നംകുളം വിഷയം മാധ്യമങ്ങൾ പുറത്തുവിട്ടതിൻ്റെ പിറ്റേ ദിവസം രാവിലെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അന്ന് ഉച്ചയ്ക്ക് മുമ്പ് അവിടെ ചെന്ന് 2 പഞ്ച് ഡയലോഗ് അടിച്ചിട്ട് പോയിട്ട് പിന്നെ പുള്ളിയെ ഇതുവരെ എങ്ങും കണ്ടിട്ടില്ല. അദ്ദേഹം എവിടെയാണെന്ന് പോലും ആർക്കും അറിയത്തില്ല. കാരണം ആ പാർട്ടിക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന് വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ വിഷയം, ഇന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ്റെ മുഴുവൻ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ഒരു സമരം അരങ്ങേറുന്നവർ പ്രഖ്യാപിച്ചിരുന്നു. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട നവാസ് ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. ഞാനിരിക്കുന്ന ഈ കോട്ടയം ജില്ലയിലാണ്. എൻ്റെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ്റെ ജൂറിസ്ഡിക്ഷന് ഉള്ളിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ കുറേ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തവർക്ക് ഒരു പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഒരു കോൺഗ്രസ്സുകാരനും ഇല്ലായിരുന്നു. കാരണം എന്താ അറിയോ? ഇപ്പോൾ ഈ സമരം ചെയ്യാൻ കോൺഗ്രസ്സുകാരെ കിട്ടത്തില്ല. കാരണം അവർക്കറിയാം അവർ സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ നാണക്കേടാണെന്ന്. കാരണം അവരുടെ ഭരണകാലത്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇടിവീരന്മാരായ പോലീസുകാരുടെ സംഭാവന ലഭിച്ചിട്ടുള്ളത്. ഇന്ന് ആളില്ലായിരുന്നു. കെ മുരളീധരനെ പോലെ ഒരാളും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ആരാധ്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഗുണ്ട എന്ന് വിളിച്ച ഒരു MP ആണെന്ന് നമ്മൾ മാധ്യമങ്ങൾ കണ്ടത് നിങ്ങളിപ്പോൾ എടുത്തു കാണിക്കുന്നുണ്ട്. എന്താ, അദ്ദേഹം തന്നെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ചോദ്യചിഹ്നമായിട്ട് അദ്ദേഹത്തിന് നല്ല ജനസമ്മതിയുണ്ട്, ഇടിഞ്ഞ് താന്നിരിക്കുകയാണ് പാതാളത്തോളം. ആ മാനസിക വിഷമത്തിൽ അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഗുണ്ട എന്ന് വിളിച്ചത് നിങ്ങളത് കൊടുക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ആ സ്ക്രീൻ കാണിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കോൺഗ്രസ്സുകാരുടെ മുമ്പിൽ പോയി സംസ്കാരമുള്ള ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ പോയി സമരത്തിലിരിക്കുമോ? ഇല്ല, ഇരിക്കത്തില്ല. അവർക്ക് ആളില്ല. കാരണം അവർ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങളാണ് നേർക്കാഴ്ചയായിട്ട് കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിതിനെ കേരളത്തിലെ മുഖ്യമന്ത്രി മൗനഭാവയാണ്.
ഞാൻ വീണ്ടും അത് ചെക്ക് ചെയ്ത് നോക്കി അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ഇവിടെ നവാസ് പറഞ്ഞു, പിന്നെ റവാഡ ചന്ദ്രശേഖർ പറഞ്ഞത് അദ്ദേഹത്തിന് മലയാളം അറിയാൻ മേലാത്തതുകൊണ്ട് മനസ്സിലായില്ലെന്ന് പറഞ്ഞു. നവാസ് പറഞ്ഞാൽ ഒന്നാം തരമായിട്ട് ഇംഗ്ലീഷ് അറിയാം. നവാസ് ഇംഗ്ലീഷ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മുഴുവൻ ഇപ്പം തന്നെ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും, കൃത്യമായിട്ട് കിട്ടും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വളരെ 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 പിന്നെ ബഹുമാനത്തോടെ ഞാൻ പറയാം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ നിങ്ങളിപ്പോൾ വിചാരണ ചെയ്യുന്നതിൻ്റെ അർത്ഥം തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് വന്നു. ഞാൻ ചോദിക്കട്ടെ, എവിടെയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്? കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എവിടെ? ഇന്ന് കേരളത്തിലെ എത്ര കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ സമരം ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നു? നിങ്ങൾ പറയൂ. നിങ്ങൾ 3-4 പേരുടെ കാര്യം കാണിച്ചല്ലോ. കേരളത്തിൽ ഇന്ന് കോൺഗ്രസിൻ്റെ അഡ്രസ്സ് ഇല്ലാതായിരിക്കുന്നു. ഒരു സമരത്തിന് ഒരാളില്ല. ഇനി യൂത്ത് കോൺഗ്രസ് പറഞ്ഞ പ്രസ്ഥാനം ഇവിടെ ഉണ്ടല്ലോ, ഒരു അധ്യക്ഷനുണ്ടോ ഒരു സമരം ചെയ്യാനായിട്ട്? ഒരു നേതാവുണ്ടോ അതിന്? ആരാ ഉള്ളത് ഇവിടെ? അവർക്കൊരു നേതാവിനെ പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോഴിങ്ങനെ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്ന് ഇതുപോലെ കേരളത്തിലെ പിന്നെ CPM-നെ അലക്കാം, അത് തേക്കാം, വെളുപ്പിക്കാം, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാം എന്നൊക്കെയാണ് ഇവരുടെ ധാരണ ഇരിക്കുന്നത്. കേരളത്തിൽ വിലപ്പോകത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ നോക്കൂ, ശ്രീകുമാർ സാർ പറഞ്ഞു തന്നെ, ഞാൻ അത് ആവർത്തിച്ച് പറയാം. സാധാരണ ശ്രീകുമാർ സാർ എന്താ പറയണേ, കണക്കും എല്ലാം കൂടി അദ്ദേഹം ചെയ്യും. അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല. കാരണം കേരളത്തിലെ ഗവൺമെന്റ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയാണ്. രാവിലെ വൈകുന്നേരം വാചകടിക്കുന്ന മുഖ്യമന്ത്രിയല്ല. അല്ലെങ്കിൽ ഇതിനു മുമ്പുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സാർ, ഞങ്ങൾക്ക് റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. ഉമ്മൻചാണ്ടി സാറൊക്കെ ആണെങ്കിൽ രാവിലെ വൈകുന്നേരം വരെ ആൾക്കാരുടെ കൂടെ വന്ന് പല കാര്യങ്ങളും പറയും. അതിന് അദ്ദേഹത്തിന് ജനകീയതയുണ്ട്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. പിണറായി വിജയൻ അതല്ല. പിണറായി വിജയന്റെ കഴിവ് നിങ്ങൾ മനസ്സിലാക്കണം. കോവിഡ് മുതൽ, നിപ മുതൽ, പിന്നെ അതുപോലെ തന്നെ 2 പ്രളയം, അതുപോലെ തന്നെ നമ്മുടെ ഓക്കി, ഇവിടെയൊക്കെ ഈ മനുഷ്യനെ നിങ്ങൾ വിമർശിച്ചു. പക്ഷേ കേരളം അദ്ദേഹത്തിനെ അംഗീകരിച്ചു. കാരണം എന്താ? അദ്ദേഹത്തിന്റെ ഓഫീസിൽ തൊട്ട് ജോലി ചെയ്തു, മിഷണറികളെ ചലിപ്പിച്ചു, കേരളത്തിനെ കൈക്കുള്ളിലാക്കിയ മുഖ്യമന്ത്രി. അവസാനം നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വന്നില്ലേ? ലോകത്തെ മുഴുവൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തില്ല മുഖ്യമന്ത്രിയെ കുറിച്ച്. ഇപ്പം നിങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് അദ്ദേഹം മിണ്ടുന്നില്ലെന്ന്. അദ്ദേഹത്തിന് രാവിലെ വൈകുന്നേരം മിണ്ടുന്നത്. ഇപ്പം ഞാനൊരു കാര്യം പറയാം, ഈ അടുത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും അദ്ദേഹം ഒരു പത്രസമ്മേളനമായിട്ട് വരും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തെങ്കിലും ആവശ്യത്തിന് പത്രസമ്മേളനത്തിൽ വരും. നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കും, 2 മറുപടിയിലൂടെ നിങ്ങളുടെ വായടയും. ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കഴിവുള്ള ശ്രീകുമാർ അങ്ങേക്ക് മറുപടി നൽകാം. പ്രതിപക്ഷത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എവിടെ? നമ്മുടെ സമയം കഴിയുന്നുണ്ടാണ്, ഒന്ന് സഹകരിക്കൂ. പ്രതിപക്ഷ നേതാവ് എവിടെ? പ്രതിപക്ഷ നേതാവും ഇല്ല. പോലീസ് സ്റ്റേഷനിൽ, അദ്ദേഹത്തിന്റെ നാട്ടിലെ പോലീസ് സ്റ്റേഷന് മുന്നിലും ഒരു കോൺഗ്രസ്സുകാരെയും കണ്ടുമില്ല. ഇതൊക്കെ സ്മൃതി, ഈ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ കൈ ഉയർത്തിയത്. അദ്ദേഹം തൊണ്ടയ്ക്ക് സുഖമില്ലാതെ വിശ്രമത്തിലാണ്. അതിട്ട് റെജി ലൂക്കോസ് ഒന്ന് അന്വേഷിച്ചിട്ട് വേണമായിരുന്നു പറയാനായിട്ട്. അദ്ദേഹം വിശ്രമത്തിലാണ്. ഒന്ന്, അദ്ദേഹത്തിന് സുഖമില്ല. അതാണ് ഞാൻ കൈ ഉയർത്തി പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയൻ മിണ്ടില്ല എന്ന് റെജി പോയി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. നമുക്ക് നാണക്കേടാണത്. മുഖ്യമന്ത്രി മിണ്ടുന്നില്ല എന്നല്ല നമ്മൾ പറഞ്ഞത്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഈ പോലീസ് വിഷയത്തിൽ സ്മൃതി ഒരു കാര്യം മനസ്സിലായോ? അതായത് ഒരു സർക്കാരിൻ്റെ അവസാന കാലത്ത് ഭരണ നേതൃത്വം ദുർബലമാവുകയും പോലീസ് സംവിധാനം പിടിമുറുക്കുകയും ചെയ്യും. ഇവിടെ അതാ സംഭവിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നിൽ അദ്ദേഹം അസംബ്ലിയിൽ ഒരു മിനിറ്റ്, ഞാൻ ഒരുപക്ഷെ അസംബ്ലി ചേരാൻ പോകുന്നുണ്ട് അവിടെ പറയാനായിരിക്കും മുഖ്യമന്ത്രി. കാരണം പത്രലേഖ എടുത്ത് ചോദ്യങ്ങൾ ഒഴിവാക്കാമല്ലോ. നേരിട്ടുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ട് പ്രതിപക്ഷത്തിൻ്റെ മേലിൽ കുതിര കയറാൻ വേണ്ടി അസംബ്ലി കാത്തിരിക്കുകയായിരിക്കാം. എനിക്കറിയില്ല, അങ്ങനെ ആയിരിക്കാം. ഈ മുഖ്യമന്ത്രിയുടെ ദൗർബല്യമൊന്നുമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു ജനകീയ വിഷയമാണ് നമ്മൾ കണക്കാക്കുന്നത്. ആ ജനകീയ വിഷയത്തിൽ സാധാരണ ഇവരെന്താ പറയുക, പോലീസ് മർദ്ദനോപകരണം, അതൊന്ന് വിശദീകരിച്ചു കൊടുത്താൽ മതി പാർട്ടിക്കാർക്ക്. അതല്ലെങ്കിൽ പാർട്ടി തിരുത്തും. സാധാരണ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പാർട്ടി ഇടപെടും. ഇടയ്ക്ക് ഗോവിന്ദ മാഷ് പണ്ട് ഇടപെട്ടു. സെക്രട്ടറിയായ ആദ്യത്തെ നാളുകളിൽ പെൻഷൻ പ്രായത്തിൻ്റെ ആ ഒരു പ്രായപരിധിയെക്കുറിച്ച് വന്നപ്പോൾ ഗോവിന്ദ മാഷ് ഇടപെട്ട് തിരുത്തി. പിന്നെ ഇന്നേ വരെ ഗോവിന്ദ മാഷ് ഒന്നും തിരുത്താൻ പോയില്ല, കാരണം അദ്ദേഹത്തെ തിരുത്തി. അത് ഒരു കാര്യം ഇവിടെ നവാസ് പറഞ്ഞ വളരെ ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രി ആദ്യം പറയാതെ പാർട്ടി പറയില്ല. പക്ഷേ ഇവിടെ ഈ പോലീസ് വിഷയത്തിൽ പാർട്ടി പറയണം. പോലീസിൻ്റെ കാര്യത്തിൽ പാർട്ടിക്ക് പറയാം, മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റില്ല. കാരണം ഭരണ നേതൃത്വത്തിൻ്റെ അവസാനമാകുമ്പോൾ പോലീസ് പിടിമുറുക്കുമ്പോഴാണ് നമുക്കൊരു ചില സംശയങ്ങൾ വരിക. അപ്പോൾ ആ പിടിമുറുക്കൽ അവിടെ നിൽക്കുമ്പോൾ പാർട്ടിക്ക് പറയാം, പോലീസിനെതിരെ പറയാം. പക്ഷേ പാർട്ടി മിണ്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ മുഖ്യമന്ത്രി മിണ്ടുന്നില്ല, സെക്രട്ടറി മിണ്ടുന്നില്ല എന്ന് പറയാൻ എനിക്ക് തന്നെ ഒരു സത്യം പറഞ്ഞ സങ്കടാവസ്ഥയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മുഖ്യമന്ത്രി മിണ്ടാത്ത ആളല്ലല്ലോ. പക്ഷേ അദ്ദേഹത്തിന് മിണ്ടാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും റജി? എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മിണ്ടിക്കാൻ പറ്റുമോ? നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കുകയാണെങ്കിൽ മർദ്ദനമേറ്റവർക്ക് വേണ്ടി ചോദിക്കുക. ഇന്ന് CPM പത്രത്തിൽ വാർത്തയുണ്ട്, ക്രൈംബ്രാഞ്ച് ഉണ്ടാക്കിയ കേസാണ് ആ തിരുവനന്തപുരത്തെ ബിന്ദുവിൻ്റെ കേസെന്ന് പാർട്ടി പത്രം എഴുതിയിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ മുഖ്യമന്ത്രി പറയണ്ടേ നമ്മുടെ പോലീസ് ഇങ്ങനെ തെറ്റുപറ്റി? അല്ല പാർട്ടി സെക്രട്ടറി പറയണ്ടേ നിങ്ങൾ തിരുത്തണം, ഗവൺമെൻറ് തിരുത്തണം എന്ന് പറയണ്ടേ? അതുമില്ല. മുന്നണിയോ ദുർബലം, വളരെ ദുർബലമായ മുന്നണി. ആർക്കും മിണ്ടാട്ടമില്ല. മന്ത്രിമാരെ, ഘടകകക്ഷി മന്ത്രിമാർക്ക് കാണാനേ ഇല്ല.
അപ്പോൾ ഇതൊക്കെ എന്താ സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിൽ? അതുകൊണ്ട് ചോദിച്ചു പോകുന്ന, അല്ലാണ്ട് നമുക്ക് ആരോടും ബഹുമാനക്കുറവില്ല. ഒരു ബഹുമാനിക്കണമെന്ന് പറയാതെ തന്നെ കൃത്യമായി ബഹുമാനിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് ഞാൻ. നമുക്ക് ഒരു ബഹുമാനക്കുറവില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെന്നും ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി എന്നൊക്കെ തന്നെ നമ്മളും പറയുള്ളൂ. അത് ചോദിച്ചു വാങ്ങിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും എത്തിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് റെജിയിൽ ഉൾക്കൊള്ളുന്ന, റെജി വിശ്വസിക്കുന്ന CPM-ൻ്റെ കുഴപ്പമാണ്, സംവിധാനത്തിൻ്റെ കുഴപ്പമാണ്, സെക്രട്ടേറിയറ്റിൻ്റെ ആ അധികാരശക്തി ചോർന്നതിൻ്റെ കുഴപ്പമാണ്. പഴയകാലത്ത് സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് ഈ വക വിഷയങ്ങൾ ചർച്ച ചെയ്യും. എവിടെ സെക്രട്ടേറിയറ്റ്? മന്ത്രിസഭാ യോഗം ചേർന്നു ഇന്നലെ. എവിടെ മന്ത്രിസഭാ യോഗ തീരുമാനം? ഇതൊക്കെ കാണുമ്പോൾ ചോദിച്ചു പോവാണ്, എന്താ പ്രശ്നം മുഖ്യമന്ത്രി നമ്മുടെ പോലീസിനെ? ഇത് ഇനി നമ്മൾ മാത്രമല്ല, ഇവിടെ കുറേ എഴുത്തുകാരുണ്ട് നിലമ്പൂരിലേക്ക് മാർച്ച് ചെയ്തവർ. അവരെവിടെ? ഇത്രയും പാവപ്പെട്ട കുട്ടികളെയും അമ്മമാരെയും തല്ലുമ്പോൾ പ്രിയപ്പെട്ട സ്മൃതി, നമുക്കൊന്ന് ആലോചിച്ചോളൂ. ഈ എഴുത്തുകാരിൽ ആരെങ്കിലും ഒരാളൊന്ന് കണ്ണീര് പിടിക്കണ്ടേ? ഒരാളെ കാണാനില്ല. എവിടെ പോയവരെ? നിലമ്പൂർ മാർച്ച് ചെയ്തിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ലേ? ഇതൊക്കെ കഷ്ടമാണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി. അതുകൊണ്ട് ചോദിക്കുകയല്ല പ്രിയപ്പെട്ട റെജി, എവിടെയാണ് നമ്മുടെ മുഖ്യമന്ത്രി? ഇത് അല്ലാണ്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണമെന്നല്ല പറയുന്നത്. ജനങ്ങളോട് 2 വാക്ക് അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനമായിട്ടോ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും കുറിച്ചാൽ മതി. അല്ലാണ്ട് നമുക്ക് ആരോടും വിരോധമില്ല. ശരി, വളരെ നന്ദി. PK നവാസ്, N ശ്രീകുമാർ, റെജി ലൂക്കോസ്, ശ്രീ NP ചെക്കുട്ടി ചർച്ചയിൽ പങ്കെടുത്തതിന്.